കെ ടി ഡി സി ഏറ്റവും റവന്യൂ തരുന്ന ഒരു സ്ഥാപനമാണ് കെ ടി ഡി സി. കെ ടി ഡി സിയുടെ മുൻ ചെയർമാൻ വളരെ മഹാനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പി കെ ശശിയേട്ടൻ. മന്ത്രിക്ക് ഇപ്പോൾ ഇതെല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല. മന്ത്രിക്ക് മന്ത്രിയുടെ ഒരുപാട് മേൽനോട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് മാത്രമാണ് കെ ടി ഡി സി. കെ ടി ഡി സിക്ക് ചെയർമാൻ എത്രയും പെട്ടെന്ന് നിശ്ചയിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ് കെ ടി ഡി സിക്ക്. കാരണം ഇല്ലെങ്കിൽ സൈറ്റ് വഴി മാത്രമല്ല പലരും റൂം ബുക്ക് ചെയ്യുക. വളരെയധികം ബോർഡും കോർപ്പറേഷനും നമുക്ക് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ നിയമനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പലതും ലിക്വിഡേറ്റ് ചെയ്യേണ്ടുന്ന സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. കാരണം കോസ്റ്റ് കൺട്രോളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ദുർബലമാവും, നാഥനില്ലാ കളറിയാവും, ആർക്കും എന്തും ആവാം, എല്ലാവർക്കും കെ പി സി സി പ്രസിഡൻ്റാന്നുള്ള മട്ടിൽ നടക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ എ പി അനിൽകുമാറും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പോട് കൂടിയിട്ട് മന്ത്രിയായി. നമസ്കാരം. ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഒരാഴ്ച ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം തന്നെയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തന്നെ നടന്ന ഒരു ബഹളങ്ങളും സമയവും നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കെ പി സി സിക്ക് ടെക്നിക്കലി ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുന്ന ഈ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളാണ്. ഇപ്പോൾ 2 മാസം ആവുന്നു. ഇനി ഇത് എന്നത്തേക്കാവും തീരുമാനമാവാ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്യുക എന്ന് പറയാറുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി ഇരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷനുകൾ, അതൊക്കെ ഇപ്പോൾ ഏറ്റവും സജീവമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതാണ്. അതിനെ നയിക്കേണ്ട ആൾക്കാരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ കുഴപ്പങ്ങളുണ്ടാവും എന്നുള്ളത്. കെ ടി ഡി സി ഏറ്റവും റവന്യൂ തരുന്ന ഒരു സ്ഥാപനമാണ് കെ ടി ഡി സി. കെ ടി ഡി സിയുടെ മുൻ ചെയർമാൻ വളരെ മഹാനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പി കെ ശശിയേട്ടൻ. ശശിയേട്ടൻ മാറിക്കഴിഞ്ഞപ്പം ഇനി ശശിയേട്ടൻ തന്നെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം മസ്കറ്റ് ഹോട്ടലിൽ താമസിക്കാം, അതാണ്. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ നല്ല കേരളത്തിലെ എവിടെ പോയാലും ഫ്രീ ആയിട്ട് താമസിക്കാം. എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എവിടെ പോയാലും റൂം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവമുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ബോൾഗാട്ടി പാലസ്, ആലുവ പാലസ്, അതൊക്കെ എല്ലാം വരുന്നത് പല സ്ഥാപനങ്ങളും പി ഡബ്ല്യു ഡിയുടെ കീഴിലുണ്ട്. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളുണ്ട്. പക്ഷേ കെ ടി ഡി സിയുടെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റുകൾ, നമ്മൾ പറയുന്ന വലിയ ബ്രാൻഡഡ് ഹോട്ടലുകളെ ശൃംഖലകളേക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലവും ഇത് തന്നെയാണ്. അക്കോമഡേഷനും അവരെ സൈറ്റും ഉണ്ട് ഇപ്പം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബുക്ക് ചെയ്യാൻ സൈറ്റ് ഉണ്ട്. പക്ഷേ കെ ടി ഡി സിക്ക് ഒരു ചെയർമാൻ ഇല്ലാതിരിക്കുകയും കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ആളില്ലാതിരിക്കുകയും മന്ത്രിക്ക് ഇപ്പോൾ ഇതെല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല. മന്ത്രിയുടെ ഒരുപാട് മേൽനോട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് മാത്രമാണ് കെ ടി ഡി സി. കെ ടി ഡി സിക്ക് ചെയർമാൻ എത്രയും പെട്ടെന്ന് നിശ്ചയിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ് കെ ടി ഡി സിക്ക്. കാരണം ഇല്ലെങ്കിൽ സൈറ്റ് വഴി മാത്രമല്ല പലരും റൂം ബുക്ക് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് റൂം ബുക്ക് ചെയ്യുന്നത് അവർ മാനുവലായിട്ട്, അത് സിസ്റ്റത്തിലൊന്നും എൻ്റർ ചെയ്യാതെ മാനുവലായിട്ട് ബുക്കിംഗ് സ്ലിപ്പ് ഉണ്ടാക്കി കൊടുത്ത് ഈ പൈസ പോക്കറ്റിലിട്ട് എന്ത് ചെയ്യും? അപ്പം കേരളത്തിലും ഇത്രയും ശൃംഖലയുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഇഷ്ടംപോലെ റൂമുമുണ്ട്, ഡീലക്സ് റൂമും ബാക്കിയുള്ളതും എല്ലാം ഉണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ നിലമ്പൂർ തന്നെയുണ്ട് കെ ടി ഡി സിയുടെ സ്ഥാപനം. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ പർച്ചേസിങ്, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം റെസ്റ്റോറൻറ്റ് കൂടിയാണല്ലോ, പർച്ചേസിങ്ങിന് വിഷയം വരും. പർച്ചേസിങ്ങിന് വിഷയം വരാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിയർ പാർലറും കൂടിയുള്ള കെ ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ അതിൽ പർച്ചേസിങ്ങിൽ ക്രമക്കേടുണ്ടാവില്ല. കാരണം അത് എപ്പോഴും ബിവറേജ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതല്ല, അവിടെ പോലും വേറെ എവിടെന്നെങ്കിലും വരുത്തിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പ്രശ്നമാവും. ഇത് മോണിറ്റർ ചെയ്യാൻ കൃത്യമായൊരു സംവിധാനം വേണം. നാഥനില്ലാ കളറിയായിട്ട് ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖാദി ബോർഡ്, ഇങ്ങനെ ഓരോ ബോർഡുകളും കോർപ്പറേഷനുകളും അനാഥമായി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയധികം ബോർഡും കോർപ്പറേഷനും നമുക്ക് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ നിയമനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പലതും ലിക്വിഡേറ്റ് ചെയ്യേണ്ടുന്ന സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. കാരണം കോസ്റ്റ് കൺട്രോളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ എന്നാൽ തന്നെ ഇത്തവണ നിയമസഭയിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇത്തരം ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ പലരും അതിന് എലിജിബിളുമാണ്. അവർ നിയമസഭയിലെത്താൻ യോഗ്യരായിരുന്നു. പക്ഷേ 140 സീറ്റേ ഉള്ളൂ. പലയിടത്തും പലരുടെയും വ്യക്തി താല്പര്യങ്ങൾ വന്നപ്പോൾ പല സ്ഥാനാർത്ഥികളെയും തിരികെ കയറ്റിയ സമയത്ത് ഔട്ടായി പോയ കുറേ പേരുണ്ട്. അവസാന നിമിഷം വരെ നിയമസഭാ സ്ഥാനാർത്ഥിയാവും എന്ന് കരുതി
നോട്ടീസ് വരെ അടിച്ചു വെച്ച ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. വനിതാ കമ്മീഷൻ ഒരു പിന്നെ ശക്തമായൊരു സംവിധാനം. ഈ ഒരു മിനിസ്ട്രി വരുമ്പോൾ, ഒരു ക്യാബിനറ്റ് വരുമ്പോൾ, ആ ക്യാബിനറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അവരുടെ പോളിസിക്കനുസരിച്ചും ആണ് ബാക്കിയുള്ളതെല്ലാം ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ ഒരാൾ തെക്കോട്ട് പോകുന്ന ഒരു മന്ത്രിസഭയ്ക്ക് വടക്കോട്ട് പോകുന്ന ബോർഡ് ചെയർമാനും കോർപ്പറേഷൻ ചെയർമാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സംഭവം ശരിയാവില്ല. ഇതെങ്ങനെ ഈ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നിട്ടും കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നിട്ടും സർക്കാരിന് പണി കൊടുക്കാമെന്നുള്ളതേ ആലോചിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും ലീഗിലാണെങ്കിലും ഒക്കെ അസംതൃപ്തരായ ഒരുപാട് പേരുണ്ട്. സീറ്റ് കിട്ടാത്ത ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ട്, സീറ്റ് കിട്ടാത്തവരുണ്ട്. നിലവിലുണ്ടായിരുന്നവരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ളവരുണ്ട്. എൽദോസ് കുന്നപ്പള്ളി, ഇപ്പോൾ BRM ഷഫീർ, പിന്നെ JS അഖിൽ, പിന്നെ ശബരിനാഥ് പോലും ശരിക്കും പറഞ്ഞാൽ നിയമത്ത് കൊണ്ടുപോയിട്ടത് നേർച്ചക്കൂടിയെ പോലെ കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ തുടങ്ങി എല്ലാ ജില്ലകൾക്കകത്തും ഇങ്ങനെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവർ സംഘടനാ പുനഃസംഘടന. ഈ KPCC പ്രസിഡന്റിന് ഇപ്പോൾ KPCC നോക്കാൻ നേരമുണ്ടോ? പുള്ളി മന്ത്രിയായി. അപ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ത്? ഇപ്പം സണ്ണി വക്കീൽ മന്ത്രിയായി കഴിഞ്ഞപ്പം സണ്ണി വക്കീലിന് KPCC നോക്കാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ദുർബലമാവും, നാഥനില്ലാ കളരിയാവും, ആർക്കും എന്തും ആവാം, എല്ലാവർക്കും KPCC പ്രസിഡന്റാന്നുള്ള മട്ടിൽ നടക്കാൻ പറ്റും. എന്നൊക്കെയുള്ള രീതിയുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിൽകുമാറും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പോട് കൂടിയിട്ട് മന്ത്രിയായി. സാധാരണഗതിയിൽ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത് പിന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആകെ ഒരൊറ്റ മന്ത്രിസ്ഥാനമാണ് കൊടുക്കുക. അത് കൊടുക്കുന്നതോ ഈ വകുപ്പ് മാത്രം കൊടുക്കും. അതിൽ നിന്ന് വിഭിന്നമായി കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിലും ഈ മന്ത്രിസഭയിലാണെങ്കിലും ഒക്കെ രാധാകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തിരുന്നു. പിന്നെ പിണറായി സർക്കാരിൻ്റെ സമയത്ത്. ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ സമയത്ത് പ്രൊഫസർ തുളസിയെ പിന്നെ ആ വകുപ്പ് ഏൽപ്പിക്കുകയും എന്നാൽ AP അനിൽകുമാറിന് വളരെ പ്രധാനപ്പെട്ടൊരു വകുപ്പ് നൽകുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരിലുള്ളതിൽ മൂന്നാമത്തവനെ കുറിച്ച് ഞാനൊന്നും പറയാനില്ല. കാരണം അവർക്ക് മൂന്നാമത്തെ ആൾ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 2 പേര് മന്ത്രിമാരായി. AP അനിൽകുമാർ മന്ത്രിയായി, PC വിശ്വനാഥ് മന്ത്രിയായി. മൂന്നാമത്തെ ആളുടെ പണി ഈ പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് എൻ്റെ പുറകെ ഫോളോ ചെയ്ത് നടക്കലാണ് മൂന്നാമത്തെ ആളുടെ പണി. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു? രാജൻ ജോസഫ് രാവിലെ എഴുന്നേറ്റോ, രാജൻ ജോസഫ് രാവിലെ പല്ല് തേച്ചോ, രാജൻ ജോസഫ് കുളിച്ചോ, രാജൻ ജോസഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, രാജൻ ജോസഫ് ഇന്ന് എന്തൊക്കെ പോസ്റ്റ് ഇട്ടു, ഇത് നോക്കിയിരിക്കലാണ് ഇവരുടെ പണി. ഭൂതക്കണ്ണാടി വെച്ചിട്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അത് വിട്ടുകൾ, ആ ആളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പം ഏറ്റവും ഒരുപാട് പേരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള 2 പേരാണുള്ളത്. ഒന്ന് ജോസഫ് വാഴക്കനും, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും. ഈ 2 പേരിൽ ഒരാളാവും പ്രസിഡന്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും. പക്ഷെ അതിലൊരാളെ തീരുമാനിക്കണ്ടേ? അതേപോലെ തന്നെ ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വരുന്നിടത്തേക്ക് 2 പേരെ പരിഗണിക്കണ്ടേ? അത് വേണ്ടേ? DCCകൾ പുനഃസംഘടിപ്പിക്കണ്ടേ? ഇപ്പം മലപ്പുറത്ത് DCC പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ V സുധാകരനാണ്. തൃശ്ശൂരേക്ക് എത്തുമ്പോൾ അത് രാജേന്ദ്രൻ്റെ രംഗത്താണ്. എറണാകുളത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് DCC പ്രസിഡന്റാക്കി കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന് സീറ്റ് ഒരു കേസിൻ്റെ പേര് പറഞ്ഞ്, കേസുള്ള ഒരുപാട് പേര് മത്സരിച്ചു, കേസിൻ്റെ പേര് പറഞ്ഞ് സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ കേസ് തേഞ്ഞു മാഞ്ഞ് പോവുകയും ചെയ്തു. ശരിക്കും അനീതിയാണ് കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ DCC പ്രസിഡന്റാക്കണ്ടേ? അങ്ങനെ തുടങ്ങി ഓരോ ജില്ലയിലും ഈ DCC പ്രസിഡന്റുമാരാവാൻ, ഇപ്പോൾ തലസ്ഥാനത്താണെങ്കിൽ JS അഖിലിനെ പോലെയുള്ള ചെറുപ്പക്കാരനെ DCC പ്രസിഡന്റാക്കുക വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ ശബരിമല കോർപ്പറേഷനിലെ ചുമതലയായിട്ട് ഇപ്പം അങ്ങനെ പോകുന്നു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പോകുന്നു. തലസ്ഥാനത്ത് തന്നെ BRM ഷഫീറിനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ ഓരോ ജില്ലയ്ക്കകത്തുള്ള ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ്. ഞാൻ മുഖ്യമന്ത്രിയായി, ഞാൻ ആഭ്യന്തരമന്ത്രിയായി, ഞാൻ റവന്യൂ മന്ത്രിയായി, പിന്നെ ഞങ്ങളൊക്കെ മന്ത്രിമാരായി, ഞങ്ങളൊക്കെ സേഫായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഞങ്ങളൊക്കെ MLA മാരായി, ഇനി എന്തെങ്കിലും ആവട്ടെ, സംഘടന പാർട്ടി എന്തെങ്കിലും ആവട്ടെ, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാതെ, ഇതിന് മുസ്ലിം ലീഗിനകത്തുമുണ്ട്. മുസ്ലിം ലീഗിനകത്ത് അവരുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഷാഫി ചാലിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കഴിവുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാത്തിമ തൈലിയെ പോലെയുള്ള വളരെ മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി വന്നു. അതേപോലെ തന്നെ TP അഷ്റഫ് അലിയെ പോലെ വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. MSFൻ്റെ അടിത്തട്ടിൽ നിന്ന് യൂണിറ്റിയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങി അഖിലേന്ത്യാ പ്രസിഡൻ്റായ ആളാണ്. ആദ്യത്തെ MSFൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്, നവാസ്,
അങ്ങനെയുള്ള പുതിയ ചെറുപ്പക്കാരുടെ വലിയൊരു നിര കൊണ്ടുവന്നു. പക്ഷേ അവിടെ ഒരുപാട് പേർക്ക് അസംതൃപ്തിയുള്ളവരുണ്ട്. അവരെ ഒന്നുകിൽ സംഘടനയ്ക്കകത്തൊരു ഷഫ്ലിംഗ് നടക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അവരെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. അതിൽ തന്നെ KTDCക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുണ്ട്. KTDC ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു അരമന്ത്രിയാണ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള പോസ്റ്റാണ്. അതിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ അതിലേക്കാക്കണം. കാരണം ഒരു ക്യാബിനറ്റിൽ വരാനൊക്കെ യോഗ്യനായിരുന്ന എന്നിട്ട് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റിൽ തന്നെ ഇപ്പം നമുക്കറിയാം, ക്യാബിനറ്റിൽ ഇപ്പോൾ CR മഹേഷ് വന്നില്ല, VT ബലറാം വന്നില്ല, അങ്ങനെ ഒരുപാട് പേര്, നമ്മൾ ചാണ്ടി ഉമ്മൻ വന്നില്ല. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരുപാട് പേര് ക്യാബിനറ്റിൽ നിന്ന് പുറത്തായി. കാരണം കേരളത്തിലെ ക്യാബിനറ്റിൽ ഇത്രയും പേരെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഈ സ്ഥാപനങ്ങൾക്കകത്ത് ഒരു ദുർഭരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൽ നാഥനില്ലാ കളരിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, ജീവനക്കാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കോക്കസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും കറപ്റ്റഡായിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാൾക്കൊരു 4 പേരെ കൂടെ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം പല വൃത്തികേടുകളും നടക്കും എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഭരണം കിട്ടിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് മന്ത്രിസഭയും ചുമതല ഏറ്റെടുത്തിട്ട് 2 മാസമാകാൻ പോകുന്നു. ഇതുവരെ മുന്നണി യോഗം ചേർന്നിട്ടില്ല എന്നേ. മുന്നണി കൺവീനർ അടൂർ പ്രകാശിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അറിയായിരുന്നല്ലോ. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഒക്കെയാണ്. അതിന് പുറമെ അദ്ദേഹം MP കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ മുന്നണി കൺവീനർ സ്ഥാനത്തേക്കും പുതിയ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ജീവിതത്തിൽ പരാജയമറിയാതെ പോകുന്ന ഒരാളാണ്. അദ്ദേഹം മാറിയപ്പോഴാണ് LDFന് പിടിക്കാൻ പറ്റിയത്. അടൂർ പ്രകാശ് കോന്നിയിൽ നിൽക്കുകയാണെങ്കിൽ അടൂർ പ്രകാശാണ് ഇനിയും ജയിക്കും എന്നുള്ള സ്ഥിതിയായ. അപ്പോൾ കോന്നി അടൂർ പ്രകാശ് അത്രയും ജനകീയനാണ്. ആറ്റിങ്ങൽ പോയി മത്സരിച്ചപ്പോൾ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ആറ്റിങ്ങലിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു. കഴിഞ്ഞ തവണ ശക്തമായ ത്രികോണ മത്സരം, അപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലൂടെ ആണെങ്കിലും അദ്ദേഹം ആറ്റിങ്ങലിൽ വിജയിച്ചു, വിജയം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അധിക ഭാരം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, ഓവർലോഡ് ആക്കി കളയരുത് ആരെയും. അപ്പോൾ അവർക്കെന്താണെന്ന് വെച്ചാൽ അതിൽ കേന്ദ്രീകരിക്കണോ ഇതിൽ കേന്ദ്രീകരിക്കണോ എന്നുള്ള ഡൗട്ട് വരും. അവരുടെ കാര്യശേഷി, അവരുടെ എനർജി അത് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോവുകയാണ് എന്ന്. അപ്പോൾ അങ്ങനെ സ്ഥിതി ഉണ്ടാവരുത്. അത് ഏതെങ്കിലും ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പലതും പറ്റും. ഇപ്പോൾ ഒരുപാട് വകുപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്ത മന്ത്രിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പം M ലിജുവിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നിലധികം വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റും. ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അത് പുള്ളിക്ക് ഒരു ബന്ധമില്ലാത്ത മേഖലയാണ് എക്സൈസ് വകുപ്പ്. ജീവിതത്തിൽ ഈ സാധനം വിരലുകൊണ്ട് പോലും തൊട്ട് രുചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ധാരണയുണ്ടാവും. അങ്ങനെ വകുപ്പാണ് കിട്ടിയിട്ടുള്ളത്, അത് കൊണ്ടെടുക്കാൻ പറ്റും. ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളവും മുമ്പും ക്യാബിനറ്റിൽ ഇരുന്ന് പരിചയമുള്ളതാണ്. പക്ഷേ മന്ത്രിമാരിൽ ഇത്രയധികം പുതുമുഖങ്ങൾ കടന്നു വന്നിട്ടുള്ളൊരു മന്ത്രിസഭയാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിസഭകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയധികം പുതുമുഖങ്ങൾ മന്ത്രിസഭയിൽ വരുന്നത് കോൺഗ്രസിൻ്റെ അല്ല, ക്ഷമിക്കണം, ഞാൻ UDFൻ്റെ എന്നാണ് ഉദ്ദേശിച്ചത്. കുഞ്ഞാലിക്കുട്ടി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പുതുമുഖ, ബാക്കി 3 പേരും. അതേപോലെ തന്നെ RSPയുടെ ഷിബു ബേബി ജോണൊക്കെ പരമ്പരാഗതമായിട്ട് അങ്ങനെ നിൽക്കുന്നു. മോൻസ് ജോസഫ് ഇതിനു മുമ്പ് മന്ത്രിയായിട്ടുള്ളതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ. പക്ഷെ ബാക്കിയുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും പുതുമുഖങ്ങളാണ്. ശരിക്കും അവർക്കും ഒരു ശില്പശാല നടത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ക്യാബിനറ്റ് എങ്ങനെ കൊണ്ടു നടക്കണം, ആ മന്ത്രിസ്ഥാനം എങ്ങനെ കൊണ്ടു നടക്കണം, അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, വകുപ്പ് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ റോൾ എന്തായിരിക്കണം, അഡീഷണൽ PS-ൻ്റെ റോൾ എന്തായിരിക്കണം, ഓരോ സ്റ്റാഫിനും വീതിച്ചു കൊടുക്കേണ്ടുന്ന ചുമതലകൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. VD സതീശൻ കന്നി മന്ത്രിയാണെങ്കിലും, കാരണം നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് വരുന്നത്. AK ആൻ്റണിക്കും അതേപോലെ തന്നെ EMS നമ്പൂതിരിപ്പാടിനും VS അച്യുതാനന്ദനും ഒക്കെ ശേഷം അങ്ങനെ നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മന്ത്രിയാവാതെ മുഖ്യമന്ത്രിയായ ഒരാളാണ് ഇദ്ദേഹം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ ക്യാബിനറ്റിൽ ഇരുന്നിട്ടാണ് പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത്. കരുണാകരനും ക്യാബിനറ്റിൽ ഇരുന്നിട്ടാണ് പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രിസഭയിൽ മുൻപരിചയം ഇല്ലെങ്കിൽ തന്നെയും VD സതീശന് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭയിൽ ഏറ്റവും സീനിയറാണ്. കാരണം പരിണിത പ്രജ്ഞനാണ് അദ്ദേഹം. 29 വയസ്സിൽ മന്ത്രിയായ ആളാണ് കരുണാകരൻ്റെ ക്യാബിനറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ്, 10-40 വർഷങ്ങൾക്ക് മുമ്പ് 29 വയസ്സിൽ മന്ത്രിയായി അദ്ദേഹം. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി.
അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവ പരിചയത്തിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹവും AP അനിൽകുമാറും PK കുഞ്ഞാലിക്കുട്ടിയും. PK കുഞ്ഞാലിക്കുട്ടി 91 തൊട്ട് വരുന്ന എല്ലാ UDF സർക്കാരുകളിലും വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ വ്യവസായ വകുപ്പ് എന്താണെന്നുള്ളത് അതിന് അടി തൊട്ട് മുടി വരെയുള്ളത് കാണാപ്പാടം പഠിച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം.